രാജ്യത്തെ പ്രമുഖ ഫുട്ബോൾ ടൂർണമെന്റായ ഇന്ത്യൻ സൂപ്പർ ലീഗ് നിർത്തിവെച്ചതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി രൂക്ഷമായി. ISL നടത്താനാവില്ലെന്ന് സംഘാടകർ ക്ലബ്ബുകളെയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെയും അറിയിച്ചതോടെ കളിക്കാർക്കും ജീവനക്കാർക്കും വേതനം നൽകുന്നത് സംബന്ധിച്ച് ബംഗളൂരു FC അനിശ്ചിതകാലത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണിപ്പോൾ. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി ഉൾപ്പെടെയുള്ള കളിക്കാരുടെയും കോച്ചുമാരുടെയും ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ വേതനം നിലവിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ശമ്പളം അനിശ്ചിതമായി നിർത്തിവെച്ചുവെന്ന് വ്യക്തമായി ബംഗളൂരു FC പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണിപ്പോൾ. താരങ്ങളുമായി ഉണ്ടാക്കിയ കരാർ പാലിക്കാതിരിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കും. IFF-ഉം ISL-ഉം സംഘാടകരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡും തമ്മിലുള്ള സംപ്രേഷണ കരാർ പുതുക്കൽ തർക്കമാണ് പ്രതിസന്ധിക്ക് കാരണം. റിലയൻസ് സ്റ്റാർ ഗ്രൂപ്പിന്റെ കീഴിലുള്ളതാണ് FFDL. മാസ്റ്റർ റൈറ്റ്സ് കരാർ പുതുക്കുന്നതിൽ തീരുമാനം ഉണ്ടാവാതെ വന്നതോടെ 2025-26 ISL-മായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ജൂലൈ 11-ന് FFDL ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു. ISL നിർത്തിവെച്ചതിനെ തുടർന്ന് സുനിൽ ഛേത്രി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ബംഗളൂരു FC-യുടെ ഫസ്റ്റ് ടീമിലെ കളിക്കാരുടെയും സ്റ്റാഫുകളുടെയും ശമ്പളമാണ് നിർത്തിയത്. BFC സോക്കർ സ്കൂളുകളുടെ പ്രവർത്തനത്തെ ഈ തീരുമാനം ബാധിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഫുട്ബോൾ ക്ലബ്ബ് നടത്തുകയും നിലനിർത്തുകയും ചെയ്യുക എന്നത് എല്ലായ്പ്പോഴും ഭഗീരഥ പ്രയത്നമാണെന്ന് BFC പ്രസ്താവനയിൽ കുറിച്ചു. ഓരോ സീസണിലെയും പ്രയാസങ്ങൾ സഹിച്ച് ഇതുവരെ മുന്നോട്ട് പോയി. കളിക്കാരുടെയും സ്റ്റാഫുകളുടെയും ശമ്പളം നിർത്തിവെക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള തീരുമാനമാണ്. എന്നിരുന്നാലും ലീഗിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായതിനാൽ മറ്റു മാർഗമില്ല എന്ന് പ്രസ്താവനയിൽ വിശദീകരിച്ചു. പ്രതിസന്ധി വേഗത്തിൽ പരിഹരിക്കാൻ IFF-നോടും ISL-നോടും BFC അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവിക്ക് വേഗത്തിലുള്ള പരിഹാരം അത്യന്താപേക്ഷിതമാണെന്ന് വ്യക്തമാക്കി. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ 2025 ഓഗസ്റ്റ് 7 വ്യാഴാഴ്ച IFF യോഗം വിളിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ 8 ക്ലബ്ബുകളുടെ CEO-മാരുമായി കൂടിക്കാഴ്ച നടത്തും. ന്യൂഡൽഹിയിലാണ് ചർച്ചയെന്ന് IFF ട്വീറ്റ് ചെയ്തു. ആശങ്കകൾ രേഖപ്പെടുത്തിയും ചർച്ചകൾ നടത്തണമെന്നും ആവശ്യപ്പെട്ട് ISL ക്ലബ്ബുകൾ നേരത്തെ ഫെഡറേഷന് കത്തെഴുതിയിരുന്നു. ബംഗളൂരു FC, ജംഷഡ്പൂർ FC ഗോവ, ഹൈദരാബാദ് FC, കേരള ബ്ലാസ്റ്റേഴ്സ്, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഒഡീഷ FC, പഞ്ചാബ് FC എന്നിവർ കത്തിൽ ഒപ്പുവെച്ചു. കൊൽക്കത്ത ക്ലബ്ബുകളായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്, ഈസ്റ്റ് ബംഗാൾ മുഹമ്മദൻ സ്പോർട്ടിംഗ് എന്നിവയും മുംബൈ സിറ്റി FC, ചെന്നൈയിൻ FC എന്നിവയും ഒപ്പിട്ടിട്ടില്ല. ISL 2025-26 നടക്കുമെന്ന് കഴിഞ്ഞ മാസം IFF പ്രസിഡന്റ് കല്യാൺ ചൗബ ഉറപ്പുവരുത്തിയിരുന്നു. എന്നാൽ ഏത് മാസത്തിലാണ് നടത്തുകയെന്നത് വ്യക്തമാക്കാൻ പോലും അദ്ദേഹത്തിനായിട്ടില്ല. സാധാരണയായി സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് ISL നടക്കുന്നത്. ISL ഒഴിവാക്കി 2025-26 ഒഫീഷ്യൽ കലണ്ടർ IFF കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. IFF-ഉം ISL-ഉം തമ്മിലുള്ള 15 വർഷത്തെ മാസ്റ്റർ റൈറ്റ്സ് കരാർ ഡിസംബർ 18-ന് അവസാനിക്കും. ഏപ്രിൽ അവസാനത്തോടെയാണ് പുതിയ കരാർ അന്തിമമാകേണ്ടിയിരുന്നത്. IFF-ന്റെ പുതിയ ഭരണഘടന സംബന്ധിച്ച സുപ്രീം കോടതി വിധി വരാത്തതും പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. അന്തിമ വിധി വരുന്നതുവരെ മാസ്റ്റർ റൈറ്റ്സ് കരാറിലെ പുതിയ നിബന്ധനകൾ FDL-യുമായി ചർച്ച ചെയ്യരുതെന്ന് IFF-ന് കോടതി നിർദ്ദേശമുണ്ട്. കേസിൽ സുപ്രീം കോടതി ഉടൻ വിധി പ്രഖ്യാപിച്ചേക്കും.